അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്തറസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട് നന്മയെയും തിന്മയെയും തിരിച്ചറിയാനാവാത്ത വിധം അധപ്പതിച്ച ഒരു സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. തൗഹീദിന്റെ അമരശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോവേണ്ടി വന്നു ആ പ്രവാചകൻ. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചുകൊടുത്ത പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുമ്പിലെ വഴി. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയവും വിട്ടുവീഴ്ചയും കാണിക്കുവാനും മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോകചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റമിത്രങ്ങളാകുന്ന അത്ഭുതമായിരുന്നു ലോകത്ത് അന്ന് ദർശിക്കുവാൻ സാധിച്ചത്. ആ പ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ആ പുണ്യപ്രവാചകന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.